ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് അഥവാ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ എവിടെയാണോ നിർത്തിയത് നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം അല്ലേ. ഹോളിലെത്തുമ്പോൾ തന്നെ സെക്യൂരിറ്റി നമ്മളെയും വലിച്ചു കൊണ്ടുപോയിട്ട് ഇതാ ഇത് നോക്കുന്നു പറഞ്ഞു. ഇത് ഞങ്ങൾ അറിയാതെ അവർ ഒപ്പിച്ചൊരു പരിപാടിയാണ് കേട്ടോ. ഈ ഹാളിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കാലിക്കറ്റുള്ള മറീന റെസിഡൻസിയിൽ വെച്ചാണ് നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തിയത്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ പറ്റിയ ഒരു ഹാളാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് ഡെക്കറേഷൻ. അവരെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. സത്യം പറയുകയാണെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനൊരു പ്രാവശ്യം ഇവരെ വിളിക്കുന്നു, നമുക്കിങ്ങനെ ഒരു വർക്ക് വേണമെന്ന് പറയുന്നു, പൈസ ഫിക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരിട്ട് കാണുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നേരത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ, നേരത്തെ എത്താൻ കൂടെ അവിടെ പറ്റിയിട്ടില്ല. പക്ഷെ അവരൊറ്റയ്ക്ക് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യം ഞങ്ങൾ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആക്കി നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവ് കപ്പിൾന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ വർക്കൊക്കെ കാണാം. ഇതൊരു പ്രൊമോഷനോ കാര്യമൊന്നും അല്ല കേട്ടോ. എനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ആവശ്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്ക് ടു വീഡിയോയിലേക്ക് വരാം. അപ്പം ഞാൻ ഹാളിൽ എത്തിയതിനു ശേഷം നേരെ പോയത് നമ്മളെ റൂമിലേക്കാണ്. നമുക്കൊരു റൂമും കൂടെ ഈ ഹാളിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവനെ കിടത്തി ഉറക്കി. ഒരു 6 മണി 6:30 എന്നൊക്കെ പറയുന്നത് എൻ്റെ മോൻ ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉറക്കിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാൻ 6 മണിക്ക് അവിടെ എത്തിയെന്ന് പറഞ്ഞല്ലോ, ആ സമയത്തോട്ട് ഒരു അരമണിക്കൂറോളം അവനവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ 6:30ക്കാണ് നമ്മളെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം കരുതിയിരുന്നത് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ 4 ആളും കൂടെ പുറത്തേക്ക് വരാമെന്നായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ അതൊരു ശരിയുള്ള ഏർപ്പാടായിട്ട് തോന്നിയില്ല. കാരണം നമ്മുടെ ഗസ്റ്റൊക്കെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം റൂമിൽ വാതിലടച്ചിരിക്കുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് മോൻ്റെ അടുത്ത് അമ്മേനെ ആക്കിയിട്ട് ഞങ്ങൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരോടും സംസാരിച്ചു. പിന്നെ ഒരു 6:30 ആവുന്ന സമയത്ത് കേക്ക് അലിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുഴുവൻ ആളുകളും വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് അങ്ങ് കിടക്കുകയായിരുന്നു. കേക്ക് പേ എന്ന് പറയുന്ന ഒരു ടീമാണ് കേട്ടോ നമുക്ക് കേക്കൊക്കെ സെറ്റാക്കി തന്നത്. നിങ്ങളെൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേക്ക് പേനെ പറ്റിയിട്ട്. എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല, പക്ഷെ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ആകെ ഇത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇനി ആരും വരില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സീറ്റിലും ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഈ ഫംഗ്ഷൻ എൻജോയ് ചെയ്തത് എൻ്റെ മോളായിരിക്കണം. അവളുടെ ഫ്രണ്ട്സ്, കസിൻസ്, പിന്നെ കേക്ക്, ഐസ്ക്രീം, വേറെ എന്ത് വേണം. അതിൻ്റെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി നേരെ റൂമിൽ പോയിട്ട് ഉറങ്ങിക്കിടന്ന മോനെ വിളിക്കേണ്ടി വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. കേക്ക് അങ്ങനെ അലിഞ്ഞു പോവുമായിരുന്നു. അവൻ ഓണാക്കാൻ ഞങ്ങളതിലൊരു വഴിയുണ്ട് കേട്ടോ. അവൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ ആ സോങ്? വെയിറ്റ്, ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ മോനൊന്ന് ഹാപ്പി ആയപ്പം നമുക്ക് നേരെ സ്റ്റേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആളും ബഹളമൊക്കെ കാണുമ്പോൾ കരയുന്ന ഒരു ടൈപ്പല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ കണ്ണിൽ 2 ഹീറോസാണ് എൻ്റെ ഏട്ടന്മാർ. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ ഒന്ന് ഓണാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റേജിലോട്ട് കയറി. മോനാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്നുള്ളൊരു മട്ടിലായിരുന്നു. ആരുട്ടിയാണെങ്കിൽ സ്റ്റേജിൽ കയറുന്ന സമയത്ത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൂടെ കയറ്റി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ 4 മക്കളും കൂടെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് ഇറങ്ങി. എത്ര കളിച്ചിട്ട് എൻ്റെ മോൻ നൈഫ് പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ചെക്കന് അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. കാണാൻ ചുറ്റും ഓരോന്നിങ്ങനെ കിടക്കല്ലായിരുന്നോ. കുറേ ആൾക്കാരും കുട്ടികളും പിന്നെ ടോയ്സും കേക്കും ബലൂണും അങ്ങനെ ഫുൾ അവന് നോക്കിയിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അവസാനം പറഞ്ഞ് ഞാൻ കേക്ക് കട്ട് ചെയ്യാമെന്ന്. അല്ലാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല, കാരണം അവൻ തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അവന് ഞങ്ങൾ അങ്ങനെ ഷുഗർ ഐറ്റംസ് കൊടുക്കാറില്ല. അപ്പം കിട്ടാത്തത് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. എന്താണെന്നറിയില്ല, ഞാനും വീയും വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുത് വായ തുറക്കും, ആരുട്ടി വെച്ച് കൊടുക്കുന്ന സമയത്ത് മുഖം തിരിക്കും. അതിനെൻ്റെ മോള് കുറച്ച് നേരം ചൊടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ തൊട്ട് ആരെയും നോക്കിയിട്ടില്ല, കാരണം എനിക്ക് കുറച്ച് സ്റ്റേജ് ഫെയർ ഉള്ള ആളാണ്.
അപ്പോൾ ഞാൻ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ മോനെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാരും ജാട് കാണിച്ചാണെന്ന് വിചാരിക്കരുത്. കേക്കിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കേക്കിൻ്റെ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ കിട്ടി തന്നെ മഹാഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പേര് വരെ റയാൻ നീതിയ പേര് വരെ മുകളിലായിരുന്നു അവർ വെച്ചത്. അത് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു ഒളിച്ചൊളിച്ച്. ഞാൻ പറഞ്ഞു കൊടുത്ത എക്സാക്ട് സാധനം കിട്ടിയിട്ടില്ലെങ്കിലും ഒരുവിധം അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കപ്പ് കേക്കൊക്കെ അവരോട് ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ നമുക്ക് വേഗം തന്നെ അവർ ചെയ്തു തന്നു. അതിനെല്ലാം ഉള്ളൊരു നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുതിന് കേക്ക് കൊടുക്കുന്ന സമയത്ത് അവൻ കഴിച്ചില്ല, അപ്പം ഒളിച്ചൊടിച്ചിരുന്നെന്ന്. ആ ഒരു മുഖമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് ചോദിച്ചിരുന്നെങ്കിലും പിന്നെ അങ്ങ് റെഡിയായി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഫാമിലിനെ കംപ്ലീറ്റ് സ്റ്റേജിലോട്ട് കയറ്റിയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ സ്റ്റേജിൽ അത്ര സ്ഥലമില്ല. അപ്പോൾ എല്ലാവരും കൂടി കയറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീല് വരും. പിന്നെ ഡെക്കറേഷൻ കാണില്ലെന്ന് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ സ്റ്റേജിൽ നിൽക്കത്തേ ഇല്ല, അവൻ അവരുടെ അടുത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ അമ്മ വന്നിട്ട് വാവയ്ക്കൊരു ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുകയാണ്. ഇത് കുറേ കാലമായി അമ്മ പണിയിപ്പിച്ച് വെച്ചിട്ട് ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കെട്ടിക്കൊടുക്കാൻ. ചെറുതിന് ഇവക പരിപാടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അമ്മ വിട്ടുകൊടുത്തില്ല, അത് കെട്ടിക്കൊടുത്തു. അടുത്തതാ നമ്മുടെ വീടിന്റെ ഫാമിലിയാണ്. അച്ഛനിപ്പോൾ ഡെയിലി കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന സമയത്ത് യാതൊരു പരിചയക്കുറവും കാണിക്കാതെ വേഗം ചാടിപ്പോവും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അവൻ ഈ പെണ്ണുങ്ങളോട് വലിയ താല്പര്യമില്ല. ആണുങ്ങളെടുത്ത് എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. അതും എല്ലാ ആണുങ്ങളെടുത്ത് പോവുകയില്ല. അവന് ഇഷ്ടമുള്ള ആളുകളെടുത്ത് മാത്രമേ അവൻ പോയി ഇരിക്കാറുള്ളൂ. ഇങ്ങനെ സത്യം പറയണമെങ്കിൽ ഈ ഒരു ടൈമിലൊന്നും അവൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പകുതി ഉറക്കത്തിലാണല്ലോ നമ്മൾ എഴുന്നേൽപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ കുറേ കുട്ടികൾ കളിക്കുന്നത് കണ്ടും പിന്നെ കുറേ ടോയ്സ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ആളൊന്ന് ആക്റ്റീവായത്. ഈ ഫോട്ടോനെ പറ്റി ഞാൻ ഇനി എടുത്ത് പറയണ്ടല്ലോ, എല്ലാവരും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. സ്റ്റേജിൽ ഇങ്ങനെ ഫോട്ടോ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ കേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ. ചില ബന്ധങ്ങൾ സ്ട്രോങ് ആവാൻ രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ്. എൻ്റെ ലൈഫിൽ എന്ത് നല്ല കാര്യം വന്നാലും ഞാൻ ഇവരെ വിളിച്ച് പറയാറുണ്ട്. കാരണം അത്രയും കടപ്പാടും സ്നേഹവും എനിക്ക് ഇവരുടെ അടുത്തുണ്ട്. ഇത് നമ്മുടെ യൂട്യൂബർ വമീസ് മമ്മ, അതായത് എൻ്റെ ചെറിയ ഏട്ടത്തി. കൂടെയുള്ളത് അടുത്ത യൂട്യൂബർ ഇറ്റ്സ് മീ ജിനിഷ, അതെൻ്റെ വലിയ ഏട്ടത്തി. ഒരു ചിന്ന യൂട്യൂബ് ഫാമിലിയാണ് ഞങ്ങളുടേത്. പിന്നെ ഈ പാടുന്നാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പാട്ടുകാരി. മയക്കത്ര പോരാത്തതുകൊണ്ട് പാട്ടത്ര നന്നായിട്ടില്ല എന്നൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കയറി വരുന്നവരുണ്ടല്ലോ, ഇവർ വയനാട്ടിൽ നിന്ന് ഈ പിറന്നാൾ കൂടാനായിട്ട് വന്നതാണ്. എൻ്റെ വയനാട് വ്ളോഗിൽ നിങ്ങൾ എല്ലാവരും ഇവരെ കണ്ടിട്ടുണ്ടാവും. കാലിനൊന്നും വയ്യാതെ എൻ്റെ വല്യമ്മ, അതായത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ്, വല്യമ്മ വരെ വന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇവർ വരും എന്നുള്ളത്. പെട്ടെന്ന് ഇവരെല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഇതെൻ്റെ 4ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പോൾ ഈ ബന്ധം സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നു. ഇതെൻ്റെ മാമനും മാമിയുമാണ്. മാമൻ പാവൻ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഓടി വന്നതായിരുന്നു. അതുകൊണ്ട് വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഫോട്ടോ വെച്ച് ഇവിടെ നമ്മുടെ ഫാമിലി ഒന്ന് കംപ്ലീറ്റ് ആക്കുകയാണ്. എന്നാലും കംപ്ലീറ്റ് അല്ല, ഒരാൾ കൂടി ഉണ്ട്, മാമൻ്റെ മോള്, അതായത് എൻ്റെ സിസ്റ്റർ. ഹസ്ബൻഡും സ്ഥലത്തില്ല. അവർ വന്നിട്ട് നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കാം. ഇതെൻ്റെ ചേച്ചിയും ഫാമിലിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയം ഒരു 1.5 മണിക്കൂറാണ്. കാരണം അത്രയും കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. ചിലപ്പോൾ വീട്ടുകാരിയായിരിക്കും, ചിലപ്പോൾ കുട്ടികളെ കാര്യമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബകാര്യമായിരിക്കും. ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്തു പറയാൻ തുടങ്ങിയാൽ നമ്മുടെ വീഡിയോ അങ്ങ് എത്തിപ്പോവും. അതുകൊണ്ടൊന്നും ഞാൻ സ്പീഡപ്പ് ചെയ്യാണ്. ഈ ഗിഫ്റ്റും കൊണ്ടുവരുന്ന ഈ കുട്ടികളൊക്കെ ആരുട്ടിൻ്റെ ഫ്ലാറ്റത്തെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും. ഒരു 7 മണി 7:30 ആകുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എല്ലാവരും വന്ന് സീറ്റെല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ
കുട്ടിപ്പട്ട ആളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടക്കം മുതൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോഴും 100 സബ്സ്ക്രൈബേഴ്സായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. വന്ന വഴി മറക്കരുതെന്നാണല്ലോ. ഇവരെല്ലാവരും എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. ഞങ്ങൾ എപ്പോഴും വിളിക്കാറോ കാണാറോ ഒന്നുമില്ല. പക്ഷെ കാണുമ്പോണ്ടല്ലോ ആ വൈബും ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക കത്തിയടിയാണ്. പെണ്ണുങ്ങളെ ആരും ഇഷ്ടമില്ലാത്ത എൻ്റെ റിയൂട്ടിന് ആകെ ഇഷ്ടമുള്ളൊരു ചേച്ചിയാണത്. അവൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ചേച്ചി. പിന്നെ ഏട്ടനും അവരുടെ ഫാമിലിയാണ് കേട്ടോ ഇത്. ഇതെൻ്റെ വലിയ ഏട്ടത്തിൻ്റെ അമ്മയും ചെറിയ ഏട്ടത്തിൻ്റെ അമ്മമ്മയാണ്. നമ്മുടെ ഫംഗ്ഷന് ഏറ്റവും ആദ്യം എത്തിയ ആള് ഈ അമ്മയാണ് കേട്ടോ. ഇത് നമ്മളെ റിയൂട്ടിൻ്റെ ഏട്ടനാണ് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും കാര്യത്തിനൊക്കെ മുൻപന്തിയിൽ നിന്നത്. മക്കളെ കൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതെൻ്റെ ഫ്രണ്ട് ശ്രീശരത്. എൻ്റെ എല്ലാ ഫംഗ്ഷനിലും നിങ്ങൾക്ക് ഇവനെ കാണാൻ പറ്റും. ഇവനെ മാത്രമല്ല ഒരാൾ കൂടി ഉണ്ട്. അവൻ ബർത്ത്ഡേക്ക് വന്നിട്ടില്ല. അവനുള്ളത് പിന്നെ കൊടുത്തോളാം. ഇവനിപ്പോൾ എൻ്റെ മാത്രം ഫ്രണ്ടല്ല കേട്ടോ, എൻ്റെ ഏട്ടൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. എൻ്റെ ഒരുവിധം എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ കാണാം. ഓരോ ഫാമിലിയായിട്ട് വന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവരെല്ലാവരും കൂടി ഒരൊറ്റ ഫ്രെയിമിൽ വന്നതാണ്. നമ്മുടെ ഏതൊരു ഫംഗ്ഷൻ ആയാലും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് അത് കളറാക്കി തരാറുണ്ട് കേട്ടോ. ഈ ഫ്രെയിമും കംപ്ലീറ്റ് അല്ല, കുറച്ച് പേര് മിസ്സിംഗ് ആണ്. ആരും വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചല്ല കേട്ടോ. അവരൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റീസൺ കൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നവരൊക്കെ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. നമ്മൾ വരും എന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരെ നമ്മൾ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഒരുപാട് പേര് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ട ആളുകളിൽ ഒരാളെ കണ്ടപ്പോലും ഞാനൊരു അസൂയോ കുശുമ്പോ ദേഷ്യമോ ഒന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ഉള്ളിൽ എന്ത് തോന്നിയാലും നമ്മുടെ അടുത്ത് അങ്ങനെ കാണിച്ചില്ല. അതിനെല്ലാവരോടും എനിക്കൊരു നന്ദി പറയാനുണ്ട്. മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ 2 പേര് ആരുട്ടി വഴി എനിക്ക് കിട്ടിയ 2 ആൾക്കാരാണ് കേട്ടോ. ഇവർ 2 പേരും വരാൻ പറ്റാത്ത അത്രയും സാഹചര്യത്തിലും 2 പേരും വന്നു. ഇവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി വീഡിയോയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് അതുല്യ. എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഓരോ ബെസ്റ്റ് ഫ്രണ്ടിനും ഓരോ പ്രത്യേകതയാണ്. എനിക്കും ഇവക്കുള്ളൊരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും ചിരി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. എത്ര വില കുറഞ്ഞ കോമഡി ആണെങ്കിലും ഞങ്ങൾക്കത് ഓക്കെയാണ്. ഇതെൻ്റെ വല്യമ്മയുടെ ഫാമിലിയാണ്. ഇവരിൽ പലരെയും നിങ്ങൾ ഓൾറെഡി എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്ത കുറച്ച് ഫാമിലീസ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് വന്നവരാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ വേറെ സിസ്റ്ററാണ്, എൻ്റെ മേമ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും മേമ എൻ്റെ എല്ലാ പരിപാടിക്കും വരാറുണ്ട് കേട്ടോ. എൻ്റെന്നല്ല, നമ്മളെ കുടുംബത്തിൽ ആരുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മേമ എങ്ങനെയെങ്കിലും എത്തിപ്പെടാറുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീണ്ടും ഫ്രണ്ട്സാണ് കേട്ടോ. ആക്ച്വലി വീണ്ടും അധികം ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെയാണ് വിളിച്ചത്. അടുത്ത ആൾക്കാരിതാ. ഇവരെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതിന് ഇനിയും അവസരങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ആരുട്ടീൻ്റെ സ്വന്തം ചാർവിക്കുട്ടിയാണ്. ചാർവിക്കുട്ടി വരുമ്പം ആരുട്ടിക്കും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ്. അത് വീട്ടിലെത്തിയപ്പോൾ തൊട്ട് ഇടണം എന്നുള്ള വാശിയിൽ ഇന്നലെ മൊത്തം ഇട്ട് നടക്കുകയായിരുന്നു. ഈ വീഡിയോ ഞാൻ മനഃപൂർവ്വം എടുപ്പിച്ചാണ് കേട്ടോ, കാരണം എനിക്ക് ഇവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആരും പേടിക്കേണ്ട, മോശമായിട്ടുള്ളതല്ല. എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളില്ലേ, അതെൻ്റെ വീണ്ടും മാമൻ്റെ മോളാണ് കേട്ടോ. അവളിപ്പോൾ BEd ഒക്കെ കഴിഞ്ഞൊരു ട്രെയിനിങ് പീരീഡിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എക്സാം സീസണിൽ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവസാന നിമിഷം അവൾ എന്തൊക്കെയോ കാണിച്ച് അവൾ അവിടെ എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്.
പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ആ മാമൻ്റെ രണ്ടാമത്തെ മോളാണ്. പിന്നെ എൻ്റെ അപ്പുറപ്പുറമായിട്ടിരിക്കുന്ന പിള്ളേർ ഇവരെല്ലാവരും വീണ്ടും കസിൻസാണ്. പിന്നെ ഒരു മാമൻ്റെ മോക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിനും അവർ വൻ സപ്പോർട്ടാണ്. അപ്പോൾ അവരൊന്നും മെൻഷൻ ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. എൻ്റെ പിള്ളേരത് എനിക്ക് അപ്പോഴും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു തരികയാണ്. ഇവരൊക്കെ പോയത് ലാസ്റ്റാണ് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റാണ് ഇവരൊക്കെ ഇവിടുന്ന് പോകുന്നത്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡെക്കറേഷൻ്റെ കാര്യമാണെങ്കിൽ അത് ചെയ്ത ആൾക്കാർ തന്നെയാണ് എല്ലാം ഊരി പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസം എന്ന് വേണം പറയാൻ. ആരുടെ ഭാഗത്തുനിന്നും ഒരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടില്ല. എൻ്റെ ഏട്ടനൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി ലീവ് എടുത്ത് വന്നതാണ്. പിന്നെ എൻ്റെ ഏട്ടത്തിമാരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവരുണ്ടായിരുന്നു കൂടെ. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ഫോട്ടോ എടുക്കണം തോന്നി. പോസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടി. ഇത് നമ്മുടെ ക്രിയേറ്റീവ് കപ്പിൾസിലെ ഒരാളാണ്. കൂടുതൽ പരിചയപ്പെടാനൊന്നും പറ്റി. ഭാവിയിൽ ഇനിയൊരു അവസരം ഉണ്ടാവട്ടെ. ഫെബ്രുവരി 18 ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. പിന്നെന്താ പറയാ, പിന്നെ ഞങ്ങള് അധികം കുറെ കാലം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾക്കൊരു വാവ ഉണ്ടായി. മോളെ പേരാണ് ആരുഷി. അപ്പം അവള് വന്നതിന് ശേഷമാണ് നമ്മുടെ ലൈഫിൽ എല്ലാം പല കാര്യങ്ങളും ചേഞ്ച് ആയത്. പിന്നെ അത് കഴിഞ്ഞ് മോളൊരു ഇത് എൻജോയ് ചെയ്ത് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളുടെ ഒരു എന്താ പറയുക എല്ലാ കാര്യം കഴിഞ്ഞു 4 വർഷം കഴിഞ്ഞിട്ട് മതി നമുക്കൊരു അടുത്ത വാവ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വാവ അടുത്ത ഒരാളും കൂടെ വന്നു. അപ്പം പക്ഷെ പറയുകയാണെങ്കിൽ നമ്മുടെ ആരുഷി മോളെക്കാളും വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് സത്യം പറഞ്ഞ മോനെ. അല്ലെ, നീ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. മോള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. സൈലന്റ് മാത്രമല്ല ആരുടെ പോവില്ലായിരുന്നു, ഒന്നുമില്ല. പക്ഷെ മോന്റെ കേസാണെങ്കിൽ ഭയങ്കര കുസൃതിയാണ്, ഭയങ്കര വികൃതി എന്ന് വെച്ചാൽ അങ്ങേറ്റമാണ്. പിന്നെ ആരടുത്തും പോവും, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തൊരു ഫംഗ്ഷൻ വെച്ചാലും നമുക്ക് പേടിക്കണ്ട. മറ്റേ ആണെങ്കിൽ കരഞ്ഞ് അലമ്പാക്കി എല്ലാം കുളമാക്കി കഴിത്തരും. ഏറ്റവും ഫേവറേറ്റ് കാര്യം എന്താ പറയാ, ഒന്ന് കടി. പിന്നെ എന്താ വെച്ചാൽ ബാൽക്കണിന്ന് ഈ പരുന്ത് കാക്ക കിളികളൊക്കെ പറക്കണ്ടോ, ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കും ഓരോന്ന് പോകുമ്പോ. അതാണ് ഏറ്റവും ഫേവറേറ്റ് അല്ലേ കളികളില്. ഫുഡ് പ്രത്യേകിച്ച് ഒന്നിനോട് താല്പര്യമില്ല. മുട്ട എപ്പോ കിട്ടിയാലും കഴിക്കും. അത് മാത്രമാണ് മെയിനായിട്ട് കഴിക്കുന്ന ഒരായിട്ടുള്ളൂ. പിന്നെ എപ്പോഴും അവൻ എന്റെ കൂടെ വേണം. എപ്പോ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പുറത്ത് ആരെ കൂടെ പോയാലും ബാക്ക് ടു അമ്മ എന്നുള്ളതാണ്. ആരെടുത്താണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അടുത്ത് തന്നെ വരണം. കുറെ കാര്യങ്ങൾ പലതും ചെയ്യല്ലോ. ഇപ്പൊ നമ്മുടെ ജോലി, വീട്, കുട്ടികള്, അപ്പത്തേക്കാണ് സമയങ്ങൾ സമയം മാറ്റി മറ്റു പല കാര്യങ്ങൾക്കും മറ്റേ സമയം കിട്ടുന്നില്ല. പക്ഷെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നെന്ന് തന്നെ പറയാം. മക്കൾ വന്നതിന് ശേഷമാണ് കുറെ ചേഞ്ചസ്. നമ്മൾ രണ്ടാൾ മാത്രമായിരുന്ന ഒരു സമയത്ത് നിന്ന് ഇവര് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കംപ്ലീറ്റ് ആയി എന്ന് പറയല്ലേ.
നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ഫംഗ്ഷന് വന്നവർക്കും എൻ്റെ മോനെ വിഷ് ചെയ്തവർക്കും പിന്നെ വരാൻ പറ്റാത്തവരെ ഞാൻ വിടുന്നില്ല. കാരണം എല്ലാവരും എനിക്ക് എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നുള്ള റീസൺ അയച്ചു തന്നുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ചേർത്ത് എൻ്റെ നന്ദി ഞാൻ പറയുകയാണ്. ആരെയും ഞാനൊരു മോശം പറയുമോ അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടോ ഇല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചൊക്കെ മുന്നോട്ട് പോവാം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഞാൻ പറയും സ്റ്റോപ്പ്. ഇനി മതി. കംപ്ലീറ്റ്.